ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പിന്നെ എന്താ പ്രശ്നം? മിനിസ്റ്റർ ഈ പറഞ്ഞതുപോലെ തൊട്ട് തലേന്നായിരുന്നു ഈ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത്, മുൻകൂട്ടി ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എപ്പോ തേടണമായിരുന്നു? അല്ല, ഞാൻ ചോദിക്കാം. അല്ല, എപ്പോ തേടണമായിരുന്നേ? അല്ല, സ്വാഭാവികമായിട്ടും അല്ല, ഞാൻ ആദ്യം ഇവിടെ സംസാരിക്കട്ടെ, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് അല്ല, എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു? എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? അല്ല, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും. ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ആശമാരുടെ ഒരു സമരം, ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ തെറ്റാണോ? അല്ല, അതിന്റെ ഔചിത്യം എന്താണ്? നിങ്ങൾ എന്താ പറയുന്നത്? എപ്പോഴാ തേടി? അല്ല, ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട് അല്ല അങ്ങോട്ട് സംസാരിക്കാം. വണ്ടുകൊണ്ടല്ലോ, ഒന്ന് സംസാരിക്കട്ടെ. രാവിലെ അവര് കൊടുത്തായിട്ടാണ് ഞാൻ കണ്ടത്, മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല. അത് ഞാൻ പറയാലോ. അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, എപ്പോ എടുക്കണമായിരുന്നു? സ്വാഭാവികമായിട്ടും ഈ കേന്ദ്രമന്ത്രിയെ പോലെ ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് മിനിസ്റ്റർ പോകുമ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുമല്ലോ. അപ്പൊ അല്ല, ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, നമുക്ക് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് തൊട്ട് തലേന്ന് രാത്രിയിൽ മാത്രമാണ് അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ്. അത് വിശ്വസിച്ചാൽ മതി. എനിക്ക് എന്റേത് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ചോദിച്ചോളൂ. എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പങ്കെടുക്കണം എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ ആ ഡേറ്റ് സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യക്തത ഉണ്ടായതല്ലേ? ആ യാത്ര നേരത്തെ തീരുമാനിച്ചതല്ലേ? ഒരാഴ്ച മുമ്പ് തീരുമാനിച്ചതല്ലേ? അപ്പോ ഞാൻ 6 മാസം മുൻപ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹിയിൽ നിന്ന് എന്റെ ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പറയട്ടെ, ആശാ വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്. എയിംസ് പറഞ്ഞു, ആശാ വർക്കർമാർ. പക്ഷേ ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ടല്ലോ. എന്താണ്? ഒരു വളരെ കുറച്ച് ആശമാരാണെങ്കിലും SUCയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു. പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ തലേ ദിവസം വീണ്ടും NHM അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും. അപ്പം 12-ാം തീയതി ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് പറയുമ്പോൾ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതുമായുള്ള വിശദാംശങ്ങളാണ് മാധ്യമങ്ങളോട് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കുവയ്ക്കുന്നത്.